ഒരു കാര്യം നമുക്ക് ഉറപ്പായി. എല്ലാ ചാനലുകാരും ചോദിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന്. അപ്പൊ ആരോടാ ചോദിച്ചാ? UDF-നോട്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ചു. ബാക്കി കാര്യം ഞങ്ങൾ തീരുമാനിച്ചുണ്ട്. പിന്നെ കഴിഞ്ഞ 10 കൊല്ലമായി നിങ്ങളൊന്ന് ആലോചിച്ച് കട്ടുമുടിച്ച് എല്ലാ അർത്ഥത്തിലും കേരളത്തിന്റെ സാമ്പത്തിക രംഗം നശിപ്പിച്ച ഒരു സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റാണ് പോയ കമ്മ്യൂണിസ്റ്റുകാരനാണോ? ഒരു ദിവസം പമ്പയിൽ പോയി കണ്ട് ഗസ്റ്റ് ഹൗസ് കിടക്കാൻ മുഖ്യമന്ത്രിക്ക് കട്ടിലിന് വേണം 1,13,000 റുപ്യ. ഏത് കട്ടിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കാൻ? ഒരു ദിവസത്തിന് കേരള ഗവൺമെന്റ് ഖജനാവിലെ പൈസയാണ്. ശബരിമല സ്വർണം മുഴുവൻ കട്ട് പിടിച്ചു. ആ കട്ട് പിടിച്ചതിന് ശേഷമാണ് അതിന്റെ കേട് തീർക്കാൻ വേണ്ടി കണ്ട് അയ്യപ്പ സംഗമം നടത്തിയത്. ആ അയ്യപ്പ സംഗമത്തിനാണ് ഭജന പാട്ട് പാടാത്തവർക്ക് 8 ലക്ഷം റുപ്യ അതിന്റെ പേരിലും വില്ലേജ് എടുത്ത്. എവിടുക്കാൽക്ക് പോണ അണ്ണാക്ക് തൊടാത്ത കണ്ട് വിഴിഞ്ഞല്ലേ. ഈ ഗവൺമെന്റ് മാറണ്ടേ? ഈ ഗവൺമെന്റ് ഇനി കേരളം ഭരിച്ചാൽ ഉണ്ടാവുന്ന ഒരു സ്ഥിതി നമ്മളൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിങ്ങൾക്കറിയോ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങളൊന്ന് എല്ലാവരും മനസ്സിലാക്കണം. പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ച് ഞങ്ങൾ ശബരിമല വിഷയത്തിൽ ഗവൺമെന്റ് നിലപാടിൽ പ്രതിഷ്ഠിച്ച് സഭ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ തുടങ്ങി 5 മന്ത്രിമാര് പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുക. വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക. കമ്മ്യൂണിസ്റ്റുകാരുടെ ശൈലിയാണല്ലോ വ്യക്തിഗത നടത്താന്നുള്ളത്. ഒരു കാര്യം മാർക്സിസ്റ്റുകാരോട് ഞാൻ പറയാം, നിങ്ങൾ എന്ത് പറഞ്ഞിടുകയല്ല, പാറ പോലെ ഐക്യ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ ജനങ്ങളും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കൂടെ ഉണ്ടാവും. പറച്ചിലല്ലേ, പറച്ചിലൊന്നുമില്ലെന്നും ഞങ്ങളൊരു ഇഞ്ച് മോശമല്ല, ഒരു പെല്ലും ബ്രേക്കില്ലാത്ത വാപ്പാന്റെ മകന ഞാനൊക്കെ ഓർമ്മ വെച്ചോടി പറയാൻ തുടങ്ങിയാണ്ടല്ലോ കുറച്ച് നമുക്ക് നന്നായി പറയാണ്ടാവും. നിങ്ങളിങ്ങനെ പറയാം, ആരെന്തും പറയാം. കക്കുമ്പങ്ങൾ ആലോചിക്കണം. ഇല്ല കള്ളത്തിനൊക്കെ വിളിച്ചറിയാൻ തന്നെയാണ് കേരളത്തിലെ ഈ 19 മന്ത്രിമാരെ നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളുടെ പോരായ്മകളൊക്കെ നമുക്ക് കഴിഞ്ഞ 10 കൊല്ലം എന്തെങ്കിലും നടന്നു കേരളത്തിലെ എല്ലാ രംഗങ്ങളും അതൊക്കെ വളരെ വിശദമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറയും. എല്ലാ കാര്യങ്ങളെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുള്ള, വ്യക്തമായ ഒരു ധാരണയുള്ള, കേരളത്തെ പുതിയ തലമുറയെ എങ്ങോട്ട് കൊണ്ടുപോകണം, ഈ നാടിനെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ള എല്ലാ കാര്യത്തിലും ഒരു വിഷനുള്ള ഒരു നേതാവാണ് നമ്മുടെ ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവരുകളെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. VDയെ പറ്റി